ഹലോ എവ്രിവൺ. പലർക്കുമുള്ള ഒരു വലിയൊരു സംശയമാണ് അഗ്രികൾച്ചർ ഫീൽഡിലെ ഏറ്റവും വലിയ പോസ്റ്റിംഗ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സയന്റിസ്റ്റ് എങ്ങനെയാണ് ആകുന്നത്. അതെ, ഒരു കൃഷി ശാസ്ത്രജ്ഞനാകാൻ എന്താണ് വഴി എന്നുള്ളത്. അതിനാദ്യം വേണ്ടത് ഓഫ് കോഴ്സ് ഒരു BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഡിഗ്രി തന്നെയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലാണെങ്കിൽ നീറ്റ് എൻട്രൻസ് എഴുതിയതിനു ശേഷം കീമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിനകത്തുള്ള അഗ്രികൾച്ചർ സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ CUT എൻട്രൻസ് വഴിയുള്ള ICR ടെസ്റ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുവഴിയും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട, അതായത് ഒരു 15% വരും. അത്രയും സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾക്കും നിങ്ങൾക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതൊരു 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷത്തെ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ICR തന്നെ നടത്തുന്ന JRF എൻട്രൻസ് എക്സാമിനേഷൻ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന്റെ JRF എൻട്രൻസ് എക്സാമിനേഷൻ വഴി MScക്ക് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഏകദേശം 20-ലധികം ഡിസിപ്ലിൻസിലേക്കാണ് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് MSc പഠിക്കുന്ന സമയത്ത്. ലൈക്ക് അഗ്രോണമി, സോയിൽ സയൻസ്, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ഫ്രൂട്ട് സയൻസ്, അതുപോലെ നമ്മുടെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി, ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള മേഖലകൾ നിങ്ങൾക്ക് MScക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് JRF എൻട്രൻസിന് എഴുതുന്ന സമയത്ത് ഒരു വലിയ നിശ്ചിത റാങ്കിനുള്ളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പും ഉണ്ടാകും. ഏകദേശം 15,000 രൂപയാണ് പെർ മന്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന അടുത്ത എൻട്രൻസ് എക്സാമിനേഷനാണ് SRF എൻട്രൻസ് എക്സാമിനേഷൻ. SRF എന്ന് വെച്ചാൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതും നിങ്ങൾ ഏതാണോ MScയിൽ സ്പെഷ്യലൈസ് ചെയ്തത് അതേ സബ്ജക്റ്റിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് PhDയും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് അറൗണ്ട് 30,000 ആണ് പെർ മന്ത്. സോ ഈ ഒരു എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത MSc പഠിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എക്സാമിനേഷനാണ് ARS എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ, ASRB ബോർഡ് നടത്തുന്ന എക്സാമിനേഷൻ. സോ ARS എക്സാമിനേഷനാണ് നിങ്ങളെ സയന്റിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം ഒരു ചെറിയ മാറ്റം ഈ ARSന്റെ ക്വാളിഫിക്കേഷനിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് PhD ഉണ്ടെങ്കിൽ മാത്രമേ ARS എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ വർഷം അത് വീണ്ടും ചേഞ്ച് ചെയ്ത് MSc ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾക്കും ARS എക്സാമിനേഷൻ എഴുതാം എന്ന പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിലവിൽ MSc അഗ്രികൾച്ചറുള്ള ഏതൊരു കുട്ടിക്കും ARS എൻട്രൻസ് അല്ലെങ്കിൽ ആ എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ARS എക്സാമിനേഷനിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ ഫസ്റ്റ് പ്രിലിംസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് എഴുതാം. മെയിൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവ്യൂ. അതായത് എങ്ങനെയാണോ ഒരു IAS എക്സാമിനേഷൻ ക്യാരി ചെയ്യുന്നത് അതേ ഫോമാറ്റിലാണ് ARS എക്സാമിനേഷനും നടത്തുന്നത്. ARS എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 പോസ്റ്റുകളിലേക്കാണ് കൂടുതലായിട്ടും നടത്തുന്നത്. ഒന്ന് സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്കും രണ്ടാമത്തേത് പ്രൊഫസർ, അതായത് ടീച്ചിങ് ലെക്ചർഷിപ്പ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുമാണ്. അത് ARS ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലെക്ചർ ആകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ല നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ARS ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് പോലെ അഗ്രികൾച്ചർ ഫീൽഡിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാമിനേഷനാണ് ARS എക്സാമിനേഷൻ. ഇത് ക്ലിയർ ചെയ്യുന്നവരാണ് സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് എത്തുന്നത്. സോ അഗ്രികൾച്ചർ ഫീൽഡിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് പോസ്റ്റ് നേടാനുള്ള വഴി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സോ ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയും മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കാം. അതിനെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.